ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പം സമയം 4:30 കാണാവോ? വൈകിട്ട് 4:30 രാവിലെ 4:30. അപ്പം എൻ്റെ വീട്ടിലുള്ളൊരു ദിവസമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി ഞാൻ ഒറ്റയ്ക്ക് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നൊരു ചെറിയ വ്ളോഗാണിത്. അപ്പോൾ രാവിലെ എനിക്ക് എവിടെ വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരുങ്ങാം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. അപ്പം സമയമില്ല, നല്ല ലേറ്റായി. അപ്പം ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം. ഈ കുർത്തിയുടെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ ഷോർട്സിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. രാവിലെ ഈ സൂര്യൻ വരുന്നതിന് മുന്നേ ഉള്ള അമ്പളിമാമനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് ഞാൻ ഈ എത്തി നോക്കുന്നത്. വലത്തോട്ട് തിരുമ്പി ചന്ദ്രൻ ഇടത്തോട്ടും പോവും, ഇടത്തോട്ട് തിരിയുമ്പോൾ ചന്ദ്രൻ വലത്തോട്ടും പോവും. ആര് തിരിയുമ്പോൾ ബസ് തിരിയുമ്പോൾ. ഇപ്പോൾ ചെറുതായിട്ട് കൊറോണ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും മാസ്കും സാനിറ്റൈസറൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ പുറത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ പോകാനായിട്ട്. റോഡ് ഫുള്ള് മഴ പെയ്ത് അളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് ഈ ഒരു കാര്യം ഇഷ്ടമേ അല്ല. ഇങ്ങനെ മഴക്കാലം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് ഈ ഒരു റീസൺ കൊണ്ടാണ്. മഴയൊക്കെ പെയ്തിട്ട് ആകെ ഫുള്ള് തടുത്ത് വിറച്ചിരിക്കുകയാണ്. ആൾക്കാരൊക്കെ നോക്കുന്നിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ. അടിപൊളി ആംബിയൻസ് ഉള്ളൊരു കഫേയിലേക്കാണ് അടുത്തത് പോകുന്നത്. ഇത് കണ്ടോ, പോണ വഴിക്കൊക്കെ നല്ല രസമുണ്ട്. കായലും ഒക്കെ കണ്ടിങ്ങനെ പോവാം. ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ ഇവിടെ ഒരു 1-2 തവണയൊക്കെ വരുമായിരുന്നു ഫ്രണ്ട്സായിട്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ആ പറവകളെ? അറിയൂ, ഞാനിപ്പോൾ ഉള്ളത് അസാഡോ കഫേയിലാണ്. ഇവിടെ ഉറക്കം അലച്ചു കഴിഞ്ഞാൽ ആൾക്കാരെടുത്തിട്ട് എറിയും. ഇവിടെ ഇരുന്ന് ഉറക്കം അലയ്ക്കാൻ പറ്റുന്നില്ല. ഉറക്കം അലച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് ഇടിക്കും. ഞാൻ സ്ഥിരം ഇവിടെ ലോഡഡ് ഫ്രൈസ് ആണ് ഓർഡർ ചെയ്യാറ്. ഒറ്റയ്ക്ക് വന്ന് ആർക്കും കൊടുക്കാതെ തിന്നാൻ ഒരു രസമാണ് ഗൈസ്. ഇതെവിടാ നോക്കണ്ടേ? പണ്ടത്തെ ഏതോ പഴയ വീടെടുത്ത് ഇവർ റിനോവേറ്റ് ചെയ്ത് കുറച്ച് എസ്തറ്റിക് വൈബ് ആക്കിയതാണെന്നാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ കറക്റ്റ് സ്പോട്ടാണ് ഇവർ എടുത്തേക്കുന്നത്. ഈ ഒരു കായലിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു ഫ്രണ്ടിലൊരു കാറൊക്കെ ഉണ്ട്. എല്ലാവരും എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഫോട്ടോ എടുക്കും. നല്ല ഭംഗിയാണ്. വാട്ടർമെലൺ ജ്യൂസ് പണ്ടത്തെക്കാൾ ക്വാണ്ടിറ്റി കുറഞ്ഞോ എന്നൊരു സംശയം. ഇതിന്റെ മേളിൽ അത്തപ്പൂ ഉണ്ടാക്കുന്നുണ്ടോ? വാവ് ആയിട്ടില്ലേ? ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് ഇൻസ്പയർ ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ നോക്കിയതാണ് ഗൈസ്. സോസിൽ മുങ്ങിപ്പോയത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇനി സെറ്റാക്കും. നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ്. ഗൈസ്, ഇത്രയും കൂടുതൽ കഴിക്കാൻ ഒറ്റയ്ക്ക് മേടിച്ചത് ഒരാവേശം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. വയറിപ്പം പൊട്ടും. അയ്യോ, സിറ്റുവേഷന് പറ്റിയ പാട്ടും പുറത്ത് നല്ല മഴയും. സാരമില്ല, ഉള്ളിരുന്ന് തിന്നാം. ഇവിടെ ഇരുന്ന് തിന്ന സമയമെടുത്ത് അച്ഛൻ വിളിച്ച് തെറിയും വിളിച്ച് വീട്ടിൽ വരാത്തേനാ. കഴിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പം നമുക്കിനി വീട്ടിൽ പോവാം. കൊടുങ്കാറ്റും മഴയും വരുന്ന കേസ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. അയ്യോ, അങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞാനൊരു ബസ്സിൽ കയറിയിരിപ്പുണ്ട്. ഇപ്പം എടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. എപ്പോൾ എടുക്കുമോ എന്തോ. അങ്ങനെ സോളോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു ഗായ്സ്. ഈ പുറത്ത് പോയാലുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ഇത്ര ദൂരത്ത് വെച്ചിട്ട് ഒരു ആംഗിളിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഉറക്കെ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ചുമ്മാ നിന്നാൽ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ തുറിച്ചു നോക്കി ദഹിപ്പിച്ച് കൊല്ലും. ഒരു മരുത്തുണി ഇടത്ത പോലെ എല്ലാവരും നോക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഹായ് ഗൈസ്, ഇവിടെ അടിപൊളി ഫ്രൈഡ് റൈസ് ആണ്, അടിപൊളി ലോഡഡ് ഫ്രൈസ് ആണ്, ഇങ്ങനെയൊക്കെ ഇരുന്നാ പറയുന്നത്. ആകെ നിങ്ങൾ എന്നെ ഈ ഒരു മര്യാദയ്ക്കൊരു ആംഗിളിൽ കാണുന്നത് വീട്ടിലിരിക്കുമ്പോൾ മാത്രമാണ്.
അതുകൊണ്ട് പുറത്തുള്ള വ്ളോഗിങ് ഈസ് വേ ടു റിസ്കി. അവർ വിചാരിക്കും ചിലപ്പോൾ അവരെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന്. മിക്കവാറും ചിലപ്പോൾ അടിയും കിട്ടും. ഒന്ന് കൊല്ലം വരെ പോയതാണ് എൻ്റെ സോളോ ട്രിപ്പ് ആൻഡ് സോളോ ഡേറ്റ്. പക്ഷെ രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച്, എനിക്ക് പണ്ട് ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ ഇത് കൊള്ളാം, രസമുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു വൈബ് എൻജോയ് ചെയ്യുവാണെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ സിമ്പിൾ ആകും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബസ്സിലിരുന്ന് നടുവൊടിഞ്ഞ് ദൂരെയൊക്കെ സോളോ ട്രിപ്പ് പോകുന്നതിനെ സമ്മതിക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.